ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ മോനും മോൻ്റെ ഫ്രണ്ടും കൂടെ മണ്ണിൽ കളിക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്നും അങ്ങനെ മണ്ണിൽ കളിക്കാൻ വിടാറില്ല അല്ലേ മക്കളെ? ഞാൻ വിടും കേട്ടോ. പുറത്തോടെയൊക്കെ എന്തുമാത്രം വേണേലും പരമാവധി പറ്റാവുന്നത്ര ഇപ്പം നമ്മൾ ഉള്ളിൽ കയറ്റിയിരുത്തേണ്ട സമയത്തൊക്കെ ഉള്ളിൽ കയറ്റിയിരുത്തും. ഭയങ്കര വെയിലുള്ളപ്പോഴും എപ്പോഴും മഴയത്തും ഒന്നും അങ്ങനെ കളിക്കാൻ വിടാൻ പറ്റില്ലല്ലോ. അപ്പം നോക്കി കണ്ടൊക്കെയല്ലേ വിടാൻ പറ്റുള്ളൂ നമുക്ക്. എന്നാലും പരമാവധി മണ്ണിലിറങ്ങി കളിക്കാൻ, പുറത്തോടെ ഇറങ്ങി കളിക്കാനൊക്കെ വിടുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. ചിലർ പറയണേക്കാം മണ്ണിൽ കളിക്കാൻ വിടരുത്. ഇപ്പോൾ ഞാനറിയുന്ന എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നേക്കാം മണ്ണിലൊന്നും ഒട്ടും കളിക്കാൻ വിടരുത്, അസുഖങ്ങൾ പിടിക്കും, കയ്യിൽ ചെളി പറ്റും, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അണുക്കൾ വയറ്റിൽ പോകും, വരും, ഇങ്ങനെ പല കാരണങ്ങൾ പറയുന്ന കേൾക്കാം കേട്ടോ. ജലദോഷം പിടിക്കും, കഫക്കെട്ടുണ്ടാകും, പനി പിടിക്കും, അലർജി ഉണ്ടാവും, ചൊറിച്ചിൽ വരും, സ്കിന്നിന് നല്ലതല്ല എന്നൊക്കെ ഒത്തിരി പറയണ കേൾക്കാം കേട്ടോ. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മണ്ണിലൊന്നും കളിക്കാൻ വിടാതെ ഭയങ്കര വൃത്തി മാത്രമായിട്ട്. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അസുഖങ്ങൾ വരും. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം അത് ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാതെയായി വരും. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചെറുതായിരുന്നു കഴിഞ്ഞപ്പോൾ മണ്ണിലൊക്കെ കളിച്ച് വളർന്നവരല്ലേ. നമ്മൾക്കൊക്കെ അങ്ങനെ മണ്ണിലേക്കൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുക ഒക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ അസുഖം പിടിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ചില കുട്ടികൾക്കൊക്കെ എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് അസുഖം പിടിക്കും. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ മോള് കുഞ്ഞിതായിരുന്നപ്പോഴാണ് മോളുടെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി, അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. അപ്പം അവരെന്താ ചെയ്തത്, ഞാൻ എന്താണ് പറയുക, ഒരു മാസം ആണതിന് മുമ്പ് തന്നെ കൊച്ചിനെ പുറത്തേക്ക് ഇറക്കി വെയിൽ കൊള്ളിക്കും, കാറ്റൊക്കെ കൊള്ളിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മാസത്തേനെ കുട്ടിയെ പുറത്തേക്ക് ഇറക്കിയിട്ടേ ഇല്ല. കുട്ടിക്ക് 10 മാസം ആവുന്നിടം വരെയും കുട്ടി വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്, അഥവാ എന്തെങ്കിലും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ മാത്രമേ പോകേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ഒരു പരിപാടിക്ക്, ഇപ്പോൾ എവിടെയെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഈ കുട്ടിയെ അവർ കൊണ്ടുപോകാറേ ഇല്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിന് വേണ്ടി മാത്രമേ ഈ കുട്ടിയെ അങ്ങനെ പുറത്തേക്ക് ഇറക്കാറുണ്ടായിരുന്നു. അപ്പം വീട്ടിനുള്ളിൽ നിന്ന് നേരെ കാറിലേക്ക് കുട്ടിയെ കയറ്റും, പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക്, പിന്നെ നേരെ വീട്ടിലേക്ക്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ 10 മാസത്തിന് ശേഷമാണ് ഇവർ ഈ കുട്ടിയെ പുറത്തേക്കൊന്ന് ഇറക്കി തുടങ്ങിയത്. അപ്പം പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും പിന്നെ കുട്ടിക്ക് പെട്ടെന്ന് അങ്ങ് അസുഖങ്ങൾ പിടിക്കാൻ തുടങ്ങി കേട്ടോ. ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അസുഖം പിടിക്കും. എന്നിട്ട് ഈ 10 മാസത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഒരാഴ്ച ഒന്ന് പുറത്തേക്ക് ഇറക്കിയതുള്ളൂ. 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഇവർ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെ അസുഖങ്ങൾ പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ തുടങ്ങി കേട്ടോ. ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, പിന്നെ അതൊന്ന് ശരിയായിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പിന്നെ അസുഖം, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. അപ്പം ഇവർ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഈ കുട്ടിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ 10 മാസം വീട്ടിനുള്ളിൽ തന്നെ കൊച്ചിനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത്, അതുപോലെ കെയർ ചെയ്ത്. അപ്പം നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടിക്കോട്ടെ, നല്ല ആരോഗ്യം കിട്ടിക്കോട്ടെ, അസുഖങ്ങളൊന്നും പിടിക്കാതിരിക്കട്ടെ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതൊക്കെ ഓർത്തിട്ടാണ് ഇവർ കുട്ടിയെ പുറത്തേക്ക് ഇറക്കാതിരുന്നത്. അപ്പോൾ ഒരു 10 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അത്രയും ആയല്ലോ, ഒന്ന് നിൽക്കാനും കഴിഞ്ഞപ്പോഴാണ് ഇവരൊന്ന് പുറത്തേക്ക് ഇറക്കി തുടങ്ങുന്നത്. അപ്പോഴേക്കും ഈ കുട്ടിക്ക് പുറത്തെ ആ ഒരു സാഹചര്യമായിട്ട്, പുറത്തെ ആ കാലാവസ്ഥയും സാഹചര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പൊരുത്തപ്പെടാൻ കഴിയാതെയായി വന്നു. അതുകൊണ്ട് ഈ കുട്ടിക്ക് പെട്ടെന്ന് അങ്ങ് അസുഖങ്ങൾ പിടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഡോക്ടർ അവരുടെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് അസുഖങ്ങൾ പിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലേ തൊട്ടേ ഇപ്പോൾ 1 മാസം ആകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുട്ടിയെ പുറത്തേക്ക് ഇറക്കി പുറത്തെ ആ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് വരണം. കുട്ടിയുടെ ബോഡി ആ ഒരു പുറത്തെ കാലാവസ്ഥയും പുറത്തെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് തുടങ്ങണം. എന്നാലേ കുട്ടികൾക്ക് കൂടുതൽ രോഗപ്രതിരോധ ശേഷി കിട്ടുകയുള്ളൂ എന്ന് അവരുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞെന്ന് പോലും. ഇത് പക്ഷേ പലർക്കും അറിയില്ല. നമ്മളൊക്കെ ചെറുതായിരുന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും മണ്ണിൽ കളിച്ചൊക്കെ വളർന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ആവശ്യത്തിന് അസുഖങ്ങളൊക്കെ പിടിക്കുമായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ജലദോഷവും പനിയും ചുമയും അങ്ങനെ പല അസുഖങ്ങൾ പിടിക്കും, അതങ്ങ് മാറും. അപ്പം നമ്മൾ പേരൻസൊക്കെ ഇങ്ങനെ മണ്ണിലൊക്കെ കളിച്ച് വളർന്നവരാണെങ്കിൽ പോലും നമ്മൾക്ക് കുട്ടികളായി കഴിയുമ്പോൾ നമ്മൾ അവരെ മണ്ണിലൊന്നും കളിക്കാൻ വിടാതെ അവരെ അങ്ങ് പരമാവധി സൂക്ഷിച്ച് എന്താ പറയുക, അസുഖങ്ങളൊന്നും വരാതെ അങ്ങ് പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്സൊക്കെ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ, അതായത് ഒരു കുട്ടി ആയി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ആ കുട്ടിയുടെ പേരൻസിന്
കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പല ആൾക്കാരും ഈ മണ്ണിൽ കളിക്കുക, പുറത്തോടെ ഇറങ്ങി കളിക്കുക, അതിനോടൊന്നും അവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുണ്ട്. അപ്പം ഡോക്ടേഴ്സൊക്കെ അത് നേരിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കുറേ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിച്ച് അതിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിനെ അംഗീകരിക്കാനൊക്കെ തുടങ്ങും തോന്നുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മോളൊരു 3 വയസ്സായ സമയത്ത് ആൾ പാർക്കിൽ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കണ നേരത്തെ അവിടെ മണ്ണ് കൊണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി തന്നെ മണ്ണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോളും ആ കൂട്ടത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട്, ആൾക്കും ഇതേ പ്രായത്തിൽ തന്നെ ഒരു മോളുണ്ട്. അപ്പോൾ ആ കുട്ടിയും അതുപോലെ ഇവർ മണ്ണിലൊന്നും അങ്ങനെ കളിക്കില്ല. പാർക്കിൽ കൊണ്ടുവരും, ഊഞ്ഞാലയിലും സ്ലൈഡറിലൊക്കെ കയറ്റും, എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് ഭയങ്കര വൃത്തിയാക്കി അങ്ങനെ ഗ്ലൗസും അങ്ങനെയൊക്കെ സോക്സ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവർ കുട്ടിയെ പാർക്കിൽ കൊണ്ടുവരാറുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഒരു ദിവസം ഇങ്ങനെ പാർക്കിൽ വന്ന സമയത്ത് എൻ്റെ മോളിങ്ങനെ മണ്ണിൽ കളിക്കുന്നത് കണ്ടു. അപ്പോൾ ഫ്രണ്ടല്ലേ, അപ്പോൾ എൻ്റെ മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഓടി വന്ന് മോളുടെ അടുത്ത് പറഞ്ഞു, അയ്യേ ഡേർട്ടി എന്നൊക്കെ പറഞ്ഞ് മണ്ണിൽ കളിക്കല്ലേ മാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നൊന്നുമില്ല. അവൾ പിന്നെയും വലിയ ആഘോഷമായിട്ട് അങ്ങ് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ആളെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ദേ നിൻ്റെ മോള് താണ്ട് മണ്ണിൽ കളിക്കുന്നു, കൊച്ചിനെ പിടിച്ച് മാറ്റുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അവൾ കളിച്ചോട്ടെ, അതിനെന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചപ്പം ഈ കൂട്ടുകാരി എന്നെയൊക്കെ ഉപദേശിക്കാൻ തുടങ്ങി കേട്ടോ. അയ്യോ മണ്ണിൽ കളിക്കരുത്, അസുഖം വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മോളെ സൂക്ഷിക്കുന്നത് കണ്ടോ, അപ്പോൾ ഇതുപോലെ വേണം മക്കളെ സൂക്ഷിക്കാനായിട്ട്, അസുഖമൊന്നും വരാൻ പാടില്ല, നല്ല ഹെൽത്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി കേട്ടോ. അവസാനം ഞാൻ പറയണതൊന്നും കേൾക്കുന്നില്ല. എന്നിട്ട് അവസാനം പിന്നെ ഞാൻ ആളുടെ അടുത്തുനിന്ന് മാറിപ്പോകേണ്ടി വന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പല പേരൻസും. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറായിട്ടുള്ള വൃത്തിയുണ്ടല്ലോ, അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ ഓവറായിട്ടുള്ള വൃത്തിയുണ്ടെങ്കിൽ അതും നല്ലതല്ല. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മണ്ണിൽ കളിക്കണം, പുറത്തിറങ്ങി കളിക്കണം, അവർ വെയിലും മഴയും ഒക്കെ കൊള്ളണം, അവർ വേർക്കണം, മണ്ണും പൊടിയൊക്കെ അവരുടെ ദേഹത്ത് പറ്റണം എന്നൊക്കെയാണ്. അവർ ഈ മണ്ണിലൊക്കെ കളിച്ച് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം മണ്ണിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക, അതുപോലെ മഴയത്തും വെയിലത്തും ഒക്കെ കളിക്കുക വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലുള്ള സമയത്ത് ഇന്ന സമയത്ത് വെയിലത്ത് ഇറങ്ങാൻ പാടില്ല, ഇത്രമാത്രം ചൂടുള്ള സമയത്ത് വെയിലത്ത് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ആ സമയത്തൊന്നും ഇറങ്ങാൻ പാടില്ല. പക്ഷേ കുറേശ്ശെ വെയിൽ കൊള്ളണം, കുറേശ്ശെ മഴ കൊണ്ടോട്ടെ, കുറച്ചൊക്കെ വെള്ളത്തിൽ കളിച്ചോട്ടെ, മണ്ണിൽ കളിച്ചോട്ടെ, പുറത്തിറങ്ങി കളിച്ചോട്ടെ, അവർ വേർത്തോട്ടെ, ഇതൊക്കെ അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇവർ പിന്നെയും മണ്ണിലേക്ക് ഇറങ്ങുമ്പം പുറത്തേക്ക് ഇറങ്ങുമ്പം അസുഖങ്ങൾ പിടിക്കാതിരിക്കാനായിട്ട് ഇതിങ്ങനെയൊക്കെ കളിച്ച് കഴിയുമ്പം അവർക്ക് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂടും. അവർ ഈ സാഹചര്യങ്ങളുമായിട്ട് മണ്ണും പൊടിയും വെള്ളവും അതുപോലെ വെയിലും വേർപ്പും അതൊക്കെയായിട്ട് അവർ പൊരുത്തപ്പെട്ട് അവരുടെ ബോഡി അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമ്പം അവർക്ക് അതിനനുസരിച്ച് പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പം അവർക്ക് അസുഖങ്ങൾ പിടിക്കാതിരിക്കും. പുറത്തേക്ക് ഒട്ടും ഇറങ്ങാതിരിക്കുന്ന കുട്ടികൾക്കാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം ഈ വെയിലും കാറ്റും മഴയും ഒക്കെ കൊള്ളുമ്പം പൊടിയൊക്കെ അടിക്കുമ്പം പിന്നെ അസുഖങ്ങൾ വരുന്നത്. ഈ അലർജി ജന്മനാ ഉള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അലർജിക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ, പൊടിയടിക്കാൻ പാടില്ല, ഇപ്പോൾ ശ്വാസമുട്ടൽ, ഇപ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരിക, അങ്ങനെ പർട്ടിക്കുലർ അസുഖങ്ങളുള്ള കുട്ടികളാണെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. വെള്ളവും കാറ്റും മഴയും വെയിലും അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം, പൊടിയൊക്കെ അടിക്കാതൊക്കെ സൂക്ഷിക്കണം. അങ്ങനെ അസുഖങ്ങളുള്ള പിള്ളേരാണെങ്കിൽ. അല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഇറക്കി അവരുടെ ആ ഒരു രോഗപ്രതിരോധ ശേഷി നമ്മൾ കൂട്ടിയെടുക്കണം. പിന്നെ അവരെ ശീലിപ്പിക്കുക, വൃത്തി എങ്ങനെയാണെന്ന് ശീലിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ കളിച്ച് വേർത്ത് നനഞ്ഞ് ഒക്കെ വന്ന് കഴിയുമ്പം ഭക്ഷണം കഴിക്കാനും വീട്ടിനുള്ളിൽ കയറി കഴിയുമ്പോഴും വൃത്തിയായിട്ട് കയറാൻ വേണ്ടിയിട്ട് മണ്ണിലൊക്കെ കളിച്ചിട്ട് വരുമ്പം കൈയൊക്കെ സോപ്പിട്ട് കഴുകി അവർക്കതൊരു ശീലമാകണം. ഞാൻ മണ്ണിൽ കളിച്ച് എൻ്റെ കയ്യിൽ ചെളിയുണ്ട്, ഇത് വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ലതല്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വേണം. അപ്പോൾ അവർ മണ്ണിൽ കളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അവർ തന്നെത്താനെ പോയി കൈയൊക്കെ സോപ്പിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ, മുഖമൊക്കെ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ അവർക്കതൊരു ശീലമാക്കി നമ്മൾ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ മണ്ണിൽ കളിച്ചിട്ട് വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ കാലിൽ ചെളിയുണ്ട്, മണ്ണുണ്ട്, ഇത് വീട്ടിനുള്ളിലാകും, അതുകൊണ്ട് ഞാൻ കാല് കഴുകിയിട്ട് വേണം വീട്ടിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്, കാല് കഴുകി ചവിട്ടികളൊക്കെ നല്ലപോലെ തുടച്ചിട്ട് വേണം കയറാനായിട്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി വരണം. അപ്പോൾ അവരത് ശീലമാക്കി കഴിയുമ്പോൾ മുതിർന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവരത് തന്നെ ചെറുപ്പത്തിലേ അങ്ങ് ശീലിച്ചോളും. അതുപോലെ വേർപ്പൊക്കെ ആയിട്ട് ഉടുപ്പൊക്കെ അപ്പടി വൃത്തികേടായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കളിച്ചിട്ട് കയറി കഴിയുമ്പോൾ ഉടുപ്പൊക്കെ മാറ്റുക, ഇതൊക്കെ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലമാക്കി എടുക്കാൻ നമ്മൾ വേണം ശീലിപ്പിക്കാനായിട്ട്.
അസുഖങ്ങൾ പിടിക്കും കുട്ടികൾക്ക്. ഭൂരിഭാഗം പിള്ളേർക്കും ഒരു 6-7 വയസ്സ് വരെയൊക്കെ ചിലർക്കൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാകത്തില്ല. പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കും. എപ്പോഴെപ്പോഴും ഓരോ കാലാവസ്ഥ മാറുമ്പോഴും അതുപോലെ മണ്ണിൽ ഇറങ്ങുമ്പോഴും വെള്ളത്തിൽ കളിക്കുമ്പോഴും ഒക്കെ അസുഖങ്ങൾ പിടിക്കും. കഫക്കെട്ടും ജലദോഷവും പനിയും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഭൂരിഭാഗം പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ വരും. അതുപോലെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴേക്കും 1, 2, 3 മാസത്തേനൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും പിള്ളേർക്കും പനി ഒന്ന് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്തത് കൊണ്ടുവരും. പിന്നെ വീട്ടിലെല്ലാവർക്കും കൊടുക്കും. എല്ലാവരുടെയും മാറിക്കഴിയും പിന്നെ സ്കൂളിൽ പോയി പിന്നെയും അടുത്തത് കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ഇതൊക്കെ സാധാരണമാണ്. ഇതൊക്കെ ഓർത്ത് നമ്മൾ മണ്ണിലും വെള്ളത്തിലും ഒന്നും കളിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വീട്ടിൽ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇങ്ങ് പുറത്തേക്ക് അങ്ങ് ഇറക്കി വിട്ട് കളിപ്പിക്കുക. അടുത്തുള്ള വീട്ടിലെ കുട്ടികളും ബന്ധുക്കാർ കുട്ടികളാകട്ടെ, അങ്ങനെ കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് കളിച്ച് വളർന്നോട്ടെ. അത് അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നത് മാത്രമല്ല കേട്ടോ, ഒത്തിരി ഉപകാരങ്ങളുണ്ട് അവർക്ക്. ഈ പല കുട്ടികൾ ഒരുമിച്ച് അങ്ങ് കളിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ അവർ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കും. അവർ എന്താ പറയുക, ഉള്ളത് വെച്ചിട്ട് തൃപ്തിപ്പെടാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ കുട്ടി ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ എല്ലാം എനിക്ക് എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടാവും. അപ്പോൾ കുറേ കുട്ടികൾ ഒരുമിച്ച് കളിക്കുമ്പം എല്ലാം ഷെയർ ചെയ്ത് എല്ലാം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന ഒരു ചിന്താഗതി അവർക്ക് വരും. പിന്നെ വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ശേഷി വർദ്ധിപ്പിക്കും. അവർ പല കാര്യം ഇപ്പം മണ്ണിലൊക്കെ കളിക്കുമ്പോൾ അവർ അപ്പം ഉണ്ടാക്കി കളിക്കും, കഞ്ഞിയും കറിയും ഉണ്ടാക്കി കളിക്കും. എന്തെല്ലാം കളികളാണെന്നറിയോ കളിക്കുന്നത്. ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ കളിക്കുമ്പം. അപ്പം എല്ലാവരുടെയും സ്വഭാവം എല്ലാം ഒരേപോലെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 കുട്ടികളാണ്. ഇപ്പോൾ 2 കുട്ടികൾക്കും 2 തരത്തിലുള്ള സ്വഭാവം. അപ്പോൾ എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ പല വീടുകളിൽ നിന്നുള്ള കുട്ടികളായി കഴിയുമ്പം പല സ്വഭാവമായിരിക്കും പല പിള്ളേർക്കും. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. പിന്നെ അതുപോലെ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ശേഷിയൊക്കെ ഉണ്ടല്ലോ, എന്നു വെച്ച് കഴിഞ്ഞാൽ പലർക്കും പലതരത്തിലുള്ള കഴിവുകളാണ്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് ഇന്ന സാധനം ഉണ്ടാക്കാം. അപ്പോൾ അറിയത്തില്ലാത്ത കുട്ടികളും കൂടെ ഇത് കണ്ടങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അപ്പം ഉണ്ടാക്കാം, ഇന്ന ഷേപ്പിലുള്ള അപ്പം ഉണ്ടാക്കാം. അത് ചിലപ്പോൾ ഒരാൾക്ക് അറിയത്തില്ലായിരിക്കാം, വേറൊരാൾക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അറിയാവുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് ഇവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരങ്ങന്മാരുടെ കൂട്ടി എപ്പോഴും ചാടി മറിഞ്ഞ് കളിക്കുക, മരത്തെ കയറുക, മരത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് ചാടുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ, മരത്തിൽ നിന്ന് അപകടം ഒന്നും പറ്റാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും കമ്പൊന്നും കൊണ്ട് കയറാൻ പാടില്ല, കല്ലിലേക്കൊന്നും ചാടാൻ പാടില്ല, മണ്ണൊക്കെയുള്ള സ്ഥലത്തേക്ക് മാത്രം വേണം ചാടാൻ. അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കും. അപ്പം അങ്ങനെ ചാടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആ ഒരു ഇതാണ് കേട്ടോ എൻ്റെ മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം. അപ്പം അടുത്ത വീട്ടിലെ കുട്ടികളെ ഇവനിതങ്ങ് പഠിപ്പിച്ചു കൊടുക്കും. ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന പിള്ളേരെ ഇവൻ വലിച്ചുകൊണ്ട് പോയി നമുക്ക് മരത്തിൻ്റെ മേലെ കയറാം, മരത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് ചാടാം, സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ചാടാം, അങ്ങനെ ചാടി പഠിപ്പിക്കുക, ഓടി പഠിപ്പിക്കുകയൊക്കെയാണ് ഇവൻ്റെ ഒരു ഇതെന്ന് പറയുമ്പം. അപ്പം വേറൊരു കുട്ടി ഞാൻ ശ്രദ്ധിക്കും, ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റി ശേഷിയാണ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാധനം ഇപ്പം ഒരു കളിപ്പാട്ടം വെച്ചിട്ട് കളിക്കുവാണെങ്കിലും ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് കളിക്കുവാണെന്നുണ്ടെങ്കിലും നമ്മൾ മുതിർന്നവരെക്കാളും നല്ല രീതിയിൽ ഓരോ സാധനങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവന് ഇതൊക്കെ ഉണ്ടാക്കി ഇവരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവരൊക്കെ ഒരു ഭയങ്കര ആകാംക്ഷ, അതെങ്ങനെ ഉണ്ടാക്കണേ. അപ്പോൾ ഇവർ അത് കണ്ട് പഠിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ പല പിള്ളേർക്ക് പല തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ശേഷി, പല തരത്തിലുള്ള ഐഡിയാസൊക്കെ ഉള്ളപ്പോഴുണ്ടല്ലോ ബാക്കി പിള്ളേരും കൂടി ഇതൊക്കെ കണ്ട് ഇവരുടെയും കൂടെ ആ ഒരു ഐഡിയാസൊക്കെ വർദ്ധിപ്പിച്ച് അവർക്കും പല തരത്തിലുള്ള ആ ഒരു എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ചിന്താഗതിയും അങ്ങനെയൊക്കെ വളർന്ന് വന്ന് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ശേഷി വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയും. ഇടയ്ക്ക് അവർ വഴക്ക് കൂടും, സാരമില്ല, നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഇടപെടാനൊന്നും പോകണ്ട. അവർ തന്നെത്താനെ വഴക്ക് കൂടി പിടിച്ച് വലിച്ച് അവർ തന്നെത്താനെ അത് സോൾവ് ചെയ്യാൻ പഠിക്കട്ടെ. അവരെ അത് മുതിർന്ന് കഴിയുമ്പോൾ അവർക്കതൊരു ഒത്തിരി ഉപകാരമാകും കേട്ടോ. പലരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനും അതുപോലെ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ തന്നെത്താനെ അതെല്ലാം സോൾവ് ചെയ്ത് അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ വഴക്കുകളുണ്ടായി അത് അവർ തന്നെത്താനെ സോൾവ് ചെയ്യുമ്പം അത് അവരെ മുതിർന്ന് കഴിയുമ്പോൾ അവരെ സഹായിക്കും കേട്ടോ. അതായത് അവർ മുതിർന്ന് കഴിയുമ്പം എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി അവർക്കുണ്ടാകും. പിന്നെ ഈ വഴക്കുണ്ടാകുമ്പം നമ്മൾ ഇടപെടണം എന്നുള്ളപ്പം മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി. അവർക്ക് തന്നെത്താനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ലപോലെ അടി കൂടുന്നു എന്നൊക്കെ വരുമ്പോൾ നമ്മൾ മുതിർന്നവരും കൂടെ ഇടപെട്ട് അതൊന്ന് സോൾവ് ആക്കി കൊടുക്കുക. അവരെ ശീലിപ്പിക്കുക അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുക. പിന്നെ
തട്ടലും മുട്ടലും വീഴലും പൊട്ടലും എല്ലാം ഉണ്ടാകും കേട്ടോ. കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാകും. തട്ടി മുട്ടി പൊട്ടി ചോരയൊക്കെ വന്ന് അതൊക്കെ അവർക്ക് അതൊരു ശീലമായി മാറണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന് കഴിയുമ്പോഴൊക്കെ ഉണ്ടല്ലോ, വലിയവരാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു ചെറിയൊരു അസുഖമോ ചെറിയൊരു വേദനയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒരു തരം അയ്യോ വാവേ എനിക്ക് വയ്യേ എന്നുള്ള ആ ഒരു ഭയങ്കര അവശതയൊക്കെ കാണിക്കുന്ന, വലുതായി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് കാണുന്നവർക്കൊരു ദേഷ്യം വരുമല്ലേ. അതൊന്നും എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലേ ഇതൊന്നും ശീലിക്കാത്തത് കൊണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ തട്ടിയും മുട്ടിയും പൊട്ടിയും ചോര വന്നും വേദന എടുത്തും ഒക്കെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സാധാരണമാണ്, അതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ കളിയുടെ ഭാഗമാണ് എന്നൊക്കെ അവർ കുട്ടികളായി കഴിയുമ്പോൾ അവർ കളിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ തട്ടലും മുട്ടലും പൊട്ടലും എന്നൊക്കെ, വേദന എടുക്കലും ഒക്കെ എന്നൊരു അവർക്ക് മനസ്സിലാവണം. അപ്പം നമ്മൾക്ക് മുതിർന്ന് കഴിയുമ്പോഴും ഈ അസുഖങ്ങൾ വരുന്നതും ക്ഷീണം വരുന്നതും വേദനകൾ വരുന്നതും അതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അങ്ങനെ അവർക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളും അവരുടെ ഒപ്പം അയ്യോവാവെ വെക്കാൻ പോകരുത് കേട്ടോ. ചില അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു മുട്ടിൽ ഒന്ന് വീഴുമോ അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു തൊലിയൊന്നും ഉരയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പനും അമ്മയൊക്കെ ഓടി വരുന്നു, ശുശ്രൂഷിക്കുന്നു. ഭയങ്കരമായിട്ട് ഉടനെ തന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും കാണത്തില്ല. ചുമ്മാ മുട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരഞ്ഞേ കാണുകയുള്ളൂ. എന്നാൽ പോലും ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്യുക, മരുന്ന് മേടിക്കുക, പിന്നെ ആൻറ്റിബയോട്ടിക് കിട്ടാത്ത എന്താണെന്നും ചോദിച്ചുകൊണ്ട് അതിനുള്ള വിഷമമായി അങ്ങനത്തെ പേരൻസിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണമാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്, നമ്മൾ പേരൻസാണ്. അപ്പം നമ്മൾ പേരൻസ് ഇവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഇത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായിക എന്തെങ്കിലും ക്ഷീണമോ പനി എന്തെങ്കിലും വരുമ്പോഴേക്കും ഇതൊക്കെ സാധാരണമാണ്, എല്ലാവർക്കും വരുന്നതാണ്, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന് നമ്മൾ പേരൻസ് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ പോയി അവരുടെ മുമ്പിൽ കിടന്ന് അയ്യോ വാവേ എന്നും പറഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് അയ്യോ വാവേ തന്നെയായിരിക്കും വലുതാകുമ്പോഴും. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ, അതായത് ഇതൊന്നും സാരമില്ല, ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും വരുന്നതാണ് അസുഖങ്ങളും ക്ഷീണങ്ങളും അതുപോലെ തട്ടലും മുട്ടലും പൊട്ടലും, ഇതെല്ലാം എല്ലാവർക്കും വരുന്നതാണ്, ഇതൊന്നും ഒരു കാര്യമാക്കേണ്ടതില്ല എന്ന് നമ്മൾ പേരൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഈ ഓടിച്ചാടി നടന്ന് കളിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മക്കളുടെ എല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാകാനും നല്ലത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരി സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പം ആൾ പറയുന്നേക്കാം, മിക്കവാറും ദിവസങ്ങളിലും ഏതെങ്കിലും കുട്ടികൾ വീണിട്ട് പാരൻസിനെ വിളിച്ച് പറയുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൽ എത്രമാത്രം കുട്ടികളുടെയാണെന്നറിയാമോ, കൈ ഒടിയുക, കാലൊടിയുക, പൊട്ടുക, അങ്ങനെ എല്ലിന് പൊട്ടൽ സംഭവിക്കാന്നൊക്കെ. അപ്പോൾ പറയും ഇവർ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊത്തി വെച്ച് കളിക്കാൻ വിടുകയില്ല, മുറ്റത്തേക്ക് പോലും ഇറക്കി ഓടിച്ചാടി നടന്ന് കളിക്കാനായിട്ട് പേരൻസ് സമ്മതിക്കത്തില്ല. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂളിൽ വന്നിട്ട് വേറെ കുട്ടികളൊക്കെ കളിക്കുന്ന കണ്ടു കഴിയുമ്പം ഈ വീട്ടിൽ കളിക്കാതിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ വന്നിട്ട് കുട്ടികൾ കളിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അങ്ങ് കളിച്ച് കഴിയുമ്പോഴേക്കും എവിടെയെങ്കിലും തട്ടി വീഴണ പാടെ ഇവരുടെ എല്ലിന് പൊട്ടൽ സംഭവിക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി കുട്ടികൾക്ക് സംഭവിക്കുന്നുണ്ടെന്ന് പോലും. അതിങ്ങനെ ഒട്ടും ഓടുകയും ചാടുകയും ഒന്നും ചെയ്യാതെ ഇവരുടെ എല്ലുകൾക്ക് വലിയ ബലമൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം, അവർക്ക് ആവശ്യമായ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം. അത് അവരുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്, അവർ ആവശ്യത്തിന് വിശ്രമിക്കുകയും ചെയ്യണം. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതും ആവശ്യത്തിന് വിശ്രമിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്നതും കൊണ്ട് മാത്രം അവരുടെ എല്ലുകൾക്ക് ബലം ഉണ്ടാവത്തില്ല. അവരതിനനുസരിച്ച് അവരുടെ ആ കൈകളും കാലുകളൊക്കെ ഉപയോഗിച്ച് അവരുടെ കൈകൾക്കും കാലുകൾക്കും നല്ല ബലം വേണം. ഇപ്പോൾ എന്തുമാത്രം കൂടുതൽ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നോ അതിനനുസരിച്ച് അവരുടെ കൈകൾക്കും കാലുകൾക്കൊക്കെ അതുപോലെ അവരുടെ ശരീരത്തിന് അതുപോലെ ബലം വരും, അവരുടെ എല്ലുകൾക്ക് അതുപോലെ ബലം വരും. അപ്പം നമ്മളുടെ കുട്ടികളെ എന്തുമാത്രം അവർ ഓടുകയും ചാടുകയും ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കണം, വെള്ളം കുടിക്കാൻ ശീലിപ്പിക്കണം. അവർ മടുക്കുന്നതനുസരിച്ച് അവരെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുകയൊക്കെ ചെയ്യണം. നമ്മളുടെ കുട്ടികളുടെ എല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ നല്ലപോലെ ഓടിച്ചാടി നടന്ന് കളിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾ പേരൻസിൽ തന്നെ ആദ്യം വേണം. ഇപ്പം എല്ലാവരും പറയുന്നേക്കാം, ജീവിതം ആസ്വദിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. എത്ര കാലം ജീവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഉള്ള കാലം നല്ല ആസ്വദിച്ച് ജീവിക്കുക എന്നൊക്കെ. അപ്പോൾ നമ്മളുടെ കുട്ടികൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്, അവരിങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നൊക്കെയല്ലേ ആസ്വദിക്കുന്നത് അവരുടെ ജീവിതം, അവരുടെ കുട്ടിക്കാലം അങ്ങനെയല്ലേ ആസ്വദിക്കുന്നത്.
ചുമ്മാ ഈ ടി വിയും കണ്ടുകൊണ്ട് എത്ര നേരമാണെന്ന് വെച്ചുകൊണ്ട് അത് അവരുടെ ശരീരത്തിനും മനസ്സിനും നല്ലതല്ല ഈ ടി വിയുടെ മൊബൈലിൻ്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അവർ പുറത്തിറങ്ങി വേറെ കൂട്ടുകാരുടെയൊക്കെ കൂട്ടത്തിൽ കളിച്ച് കഴിയുമ്പം അവർക്ക് എന്തുമാത്രം ഗുണങ്ങളാണ് ഉള്ളത്. അവരുടെ ആ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റും, അവരുടെ ക്രിയേറ്റിവിറ്റി ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും, അവർക്ക് രോഗപ്രതിരോധ ശേഷി നേടാൻ പറ്റും, അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം വർദ്ധിക്കും, അവരുടെ എല്ലുകൾക്ക് ബലം ഉണ്ടാകും, അതുപോലെ അവരെല്ലാ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാൻ പഠിക്കും, മറ്റു കുട്ടികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ അവർ പഠിക്കും. അതുപോലെ അവർ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വന്നു കഴിയുമ്പം അവരതിനെ നേരിടാനുള്ള ഒരു പ്രാപ്തി നേടും. ഏറ്റവും പ്രധാനമായിട്ട് അവരവരുടെ കുട്ടിക്കാലം ആസ്വദിക്കും, അടിച്ചു പൊളിക്കും. ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ പറ്റിയ ഒരു കുട്ടിക്കാലം അവർക്കുണ്ടാകും. ഇപ്പോൾ ചുമ്മാ മൊബൈലും ടി വിയൊക്കെ കണ്ടുകൊണ്ട് കുട്ടിക്കാലം ചിലവഴിച്ചങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അവിടെ സേഫായിട്ട് ഇരുന്നോളൂല്ലോ എന്ന്. പക്ഷേ അതവർക്ക് ഒരിക്കലും ഭാവിയിൽ അവർക്കൊരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിക്കാലമായിരിക്കും. പക്ഷേ ഇങ്ങനെ പുറത്തിറങ്ങി കൂട്ടുകാരുടെയൊക്കെ കൂട്ടത്തിൽ അടിച്ചു പൊളിച്ച് ചിരിച്ച് കളിച്ച് ഓടിച്ചാടി നടന്ന് കളിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ എത്ര പ്രായമായാലും അവരുടെ ആ ഒരു കുട്ടിക്കാലം ഉണ്ടല്ലോ ഓർത്തിരിക്കും. അത് ഓർക്കുമ്പോൾ തന്നെയുണ്ടല്ലോ അവർക്കൊരു സന്തോഷമായിരിക്കും. പ്രായമായി കഴിയുമ്പോഴും അവരുടെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോഴുണ്ടല്ലോ അതൊരു സന്തോഷമായിരിക്കും അവർക്ക്. അപ്പോൾ എല്ലാ പേരൻസിനോടും നിങ്ങളുടെ കുട്ടികൾ അവരുടെ കുട്ടിക്കാലം ആസ്വദിച്ച് വളരുന്നതിനായിട്ട് അനുവദിക്കൂ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ബൈ.